പഴവും റവയും വെച്ച് അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മൾ പഴം നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ലോണം വേവിച്ചെടുക്കാനുള്ളതാണ്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. നന്നായി വേവിച്ചെടുക്കാം. അധികം പഴുത്ത പഴം ഇതിൽ വേണ്ട കേട്ടോ. ഇതുപോലത്തെ കുറച്ച് പച്ചപ്പഴം തന്നെ എടുക്കണേ. ഇപ്പം നല്ലോണം ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ തൊള്ളിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാനുള്ളതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു പഴം മാത്രമേ എടുത്തിട്ട്, കൂടുതലായിട്ട് ആക്കുന്നുണ്ടെങ്കിൽ 2 പഴമൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറഞ്ഞത് മാത്രമേ ആക്കുന്നുള്ളൂ. അതാണ് ഞാനൊരു പഴം എടുത്തത്. ഇനി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തതാണേ. ഇത് നമ്മൾ കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എത്ര ചെറുതാക്കാൻ പറ്റും അത്രയും നല്ല ചെറുതാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1.5 ഗ്ലാസ് കട്ടിപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തത്. ആദ്യം 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൂടുതൽ ഫ്ലെയിമൊന്നും ആക്കി വെക്കേണ്ട കേട്ടോ. ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇപ്പോൾ നല്ലോണം ആക്കി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നല്ല കട്ടിയുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. അല്ലെങ്കിൽ കട്ടിയായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. മറ്റൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും അണ്ടിയും മുന്തിരിയിട്ട് നമുക്ക് നല്ലോണം വഴിച്ചെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള പായസം റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.